അനിഴ നക്ഷത്രം. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒരു വൃശ്ചികക്കൂറിൽ മാത്രം ഒതുങ്ങുന്നൊരു നക്ഷത്രമാണ്. അവർക്ക് ഇത്ര നാൾ 7ാം ഭാവത്തിലായിരുന്നു വ്യാഴം. അപ്പം നല്ലൊരു സമയമായിരുന്നു സാമ്പത്തികമായിട്ടും. വീട്ടിൽ വിവാഹാദി കാര്യങ്ങളും മറ്റുള്ള പുതിയ പുതിയ വീട് പുതുക്കിപ്പണിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടന്നിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ പിന്നെ 4ാം ഭാവത്തിൽ അവർക്ക് ശനിയുണ്ട്. ആ ശനി 4ൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വീട് പുതുക്കിപ്പണി അല്ലെങ്കിൽ വീടിനോടനുബന്ധിച്ച കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പം ഇത് 5ാം ഭാവത്തിലേക്കാണ് പോകുന്നത്. 5 നമ്മുടെ സന്താന ഭാവം കൂടിയാണ്, നമ്മുടെ മനസ്സും കൂടിയാണ്. അപ്പം നമ്മുടെ മനസ്സിനെ അലട്ടുന്ന പല പ്രതിസന്ധികളും നമുക്ക് ഉണ്ടാവാം. നമ്മുടെ സന്താനങ്ങളെ കുറിച്ചിട്ടുണ്ടാവാം, വിവാഹം കഴിച്ചിട്ടുണ്ടാവുന്ന പ്രശ്നം, അല്ലെങ്കിൽ നമുക്ക് വിദേശ പഠനത്തിന് സാമ്പത്തികമായിട്ട് ബ്ലോക്ക് വരുന്നത്. ഇതിനൊക്കെ മാറ്റം വരുത്താനായിട്ട് നമുക്ക് വിഷ്ണുവിനെ നന്നായിട്ട് പ്രാർത്ഥിക്കാം. ശിവക്ഷേത്രത്തിൽ മുൻവിളക്ക് ധാര കൊടുക്കുക, രുദ്രാഭിഷേകം കൊടുക്കുക. പിന്നെ കർമ്മത്തിലുണ്ടാവുന്ന തടസ്സമാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. നമ്മളൊരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ബ്ലോക്കുകൾ അതൊക്കെ മാറിക്കിട്ടാനായിട്ട്, അത് ഉണ്ട് നമ്മുടെ കർമ്മത്തിൽ എന്തോ ഒരു ഇഷ്യൂസ് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ തട്ടകത്ത് ഏറ്റവും അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്രത്തിൽ പോവുക, ദേവീനെ നന്നായിട്ട് ഭജിക്കുക. പിന്നെ ദേവിക്ക് പറ്റത്തക്ക വഴിപാട് ഈ ജയദുർഗയാണ് ഈ കർമ്മത്തിലെ എന്ത് തടസ്സം മാറാനും. അതൊരു 7 ദിവസം അടുപ്പിച്ച് ആ പൂജ ചെയ്യുക, ജയദുർഗാ മന്ത്രം കൊണ്ട് കർമ്മം ചെയ്യുക. ഇതാണ് അനിഴ നക്ഷത്രക്കാരെ വൃശ്ചികക്കൂറിലുള്ളവർ പറയാനുള്ളത്.